കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 18. രചന ശാലിനി എ. മേ ഐ കമ്മിങ് സർ? ചിലങ്ക തന്നിട്ട് പോയ കത്തികളിലൊന്നിൽ കണ്ണോടിക്കവേ ഡോറിനടുത്ത് നിന്നുയർന്ന ചോദ്യം കേട്ട് കാർത്തി തല ഉയർത്തി നോക്കി. കാർത്തി കണ്ടെന്ന് മനസ്സിലായതോ മറുപടിക്ക് കാത്തു നിൽക്കാതെ യമുന ഉള്ളിലേക്ക് കയറി. അതോടെ കോപം കൊണ്ട് കാർത്തിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ച് അപ്പുറത്ത് കോൾ എടുത്ത് എന്ന് കണ്ടതും ശക്തിയായി അലറി. സിദ്ധാർത്ഥ്, കം ഹിയർ. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവൻ യമുനയുടെ നേർക്ക് രൂക്ഷമായി നോക്കി. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ഓടിയെത്തി. ഒരു 27 വയസ്സിനുള്ള പ്രായം വരുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് സിദ്ധാർത്ഥ്. സാർ, നിനക്ക് ഇവിടെയുള്ള സ്ഥാനത്തിന്റെ പേരെന്താ? ചോദ്യം കേട്ട് സിദ്ധാർത്ഥ് റൂമിനുള്ളിൽ നിൽക്കുന്ന യമുനയുടെ നേർക്ക് നോക്കി. സാറിന്റെ PA ആണല്ലോ. PA ആണെന്നും പറഞ്ഞ് നിന്റെ കസേരയിൽ ഞെളിഞ്ഞിരിക്കാനാണോ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്? സർ, ഞാൻ ഇവളെന്തിനാ എന്റെ ക്യാബിനിൽ കയറിയത് എന്ന് ചോദിക്കാൻ നിന്നെ പഠിപ്പിച്ചു തരണോ ഞാൻ? സിദ്ധാർത്ഥ് പെട്ടെന്ന് യമുനയുടെ നേർക്ക് തിരിഞ്ഞു. ഒരു കുലുക്കവുമില്ലാതെ കാർത്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് യമുന. നീ എന്തിനാ സാറിന്റെ റൂമിനകത്തേക്ക് വന്നത്? സിദ്ധാർത്ഥ് യമുനയുടെ നേർക്ക് ചൂടായി. ഈ ഫയൽ അർജന്റായി സാറിനെ കാണിക്കേണ്ടതായിരുന്നു, അതുകൊണ്ടാ ഞാൻ. സാറിനെ കാണിക്കാനുള്ള ഫയലെല്ലാം എന്റെ അടുത്ത് എത്തിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കും സാറിനിടയിൽ ഞാനുള്ളപ്പോൾ എന്തിനാണ് നീ നേരിട്ട് സാറിന്റെ ക്യാബിനകത്ത് കയറി വന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ആ ഫയൽ തട്ടിപ്പറിച്ചു വാങ്ങി. പിന്നെയും അവിടെ തന്നെ നിൽക്കുന്ന യമുനയെ കണ്ടപ്പോൾ കാർത്തിക്കിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഗെറ്റ് ഔട്ട്, ഐ സി യു, ഗെറ്റ് ഔട്ട്. അവൻ അലറിയതും യമുന വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മേലിൽ ഇതുപോലെ ആവർത്തിച്ചാൽ സിദ്ധാർത്ഥിന് ഇവിടെ ജോലി ഉണ്ടാവില്ലെന്ന് ഓർത്താൽ നിന്ന്. ആ ഫയൽ പരിശോധിച്ചതിന് ശേഷം മാത്രം എൻ്റെ ടേബിളിൽ എത്തിച്ചാൽ മതി. യു ക്യാൻ ഗോ. സിദ്ധാർത്ഥ് ആ ഫയലും കൈപിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവന്റെ റൂമിന് മുന്നിൽ അവനെ കാത്തിട്ടെന്ന പോലെ യമുന നിന്നിരുന്നു. എത്ര തവണ പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത യമുന? സാറിനെ കാണിക്കാനുള്ള ഫയൽ എൻ്റെ അടുത്ത് തന്നാൽ പോലെ. ആ വായിരിക്കുന്ന മുഴുവൻ എന്നെ കേൾപ്പിച്ചാലേ നിനക്ക് സമാധാനമാകും. വീർത്ത് കെട്ടിയ മുഖത്തോടെ യമുന സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. ദിവസത്തിൽ ഒരു തവണയെങ്കിലും എന്റെ കാർത്തിയേട്ടനെ കണ്ടില്ലേ എനിക്ക് സമാധാനമില്ലെന്ന് സിദ്ധുവേട്ടൻ അറിയില്ലേ? ഇതിപ്പോ കാലത്ത് തന്നെ വന്നത് അവളെ കണ്ടത് കൊണ്ടാ. ഞാൻ ഒതുങ്ങിയിരുന്നാൽ അവളെന്റെ കാർത്തിയേട്ടനെ അടിച്ചെടുത്തോണ്ട് പോകും. അതിന് ഞാൻ അനുവദിക്കില്ല. യമുനയുടെ മുഖം നിറയെ ദേഷ്യമാണ്. യമുന, നീ പ്രാക്ടിക്കലായി ചിന്തിക്കണം. കാർത്തിക് സാർ ഈ കമ്പനിയുടെ MD ആണ്. ചിലങ്ക മേഡം കമ്പനിയുടെ മാനേജറുടെ മകൾ മാത്രമല്ല, കാർത്തിക് സാറുടെ ചിറ്റയുടെ മകൾ കൂടിയാണ്. ആരുടെയും അനുവാദമില്ലാതെ കാർത്തിക് സാറിന്റെ ക്യാബിനിലേക്ക് കയറി ചെല്ലാൻ രണ്ടു പേർക്ക് അനുവാദമുള്ളൂ. ഒന്ന് ബദ്രിനാഥ് സാറിനും പിന്നൊന്ന് ചിലങ്ക മേഡത്തിനും. അതിന് നീ കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. ഇനി അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അതിനെ എതിർക്കാൻ നിനക്കെന്ത് അവകാശമുണ്ട്? കാർത്തിക് സാർ വന്ന് വിചാരിച്ചാൽ വിചാരിച്ചതാ. അതിന് നീ എന്നല്ല, ദൈവം നമ്പുരാൻ വന്നാൽ പോലും മാറ്റമുണ്ടാക്കില്ല. എല്ലാം അറിയുന്ന സിദ്ധുവേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നിട്ട് ഇപ്പൊ കാലുമാറുന്നു. യമുന പരിഭവം നിറഞ്ഞ മുഖത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. ഞാൻ കാലുമാറിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാനുണ്ട് നിന്റെ കൂടെ. നീ വിചാരിക്കുന്ന പോലെ ഇടിപിടി എന്നൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. ക്ഷമയോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ക്ഷമയോടെ കാര്യങ്ങൾ നീക്കി വരുമ്പോഴേക്കും ചിലങ്ക കാർത്തിക്കിനെയും കൊണ്ട് നടനമാടി തുടങ്ങിയിരിക്കും. സിദ്ധുവേട്ടൻ വിചാരിക്കുന്ന അത്ര ക്ഷമ എനിക്കില്ല. ഇപ്പോൾ നീ പോയേ. അധിക നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ പലരും അത് നോട്ട് ചെയ്യും. സാറിന്റെ ചെവിയിൽ എത്താൻ അധികം ടൈം വേണ്ട. അതുകൊണ്ട് നമുക്ക് കാര്യത്തെക്കുറിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. സന്ധ്യ, നീ ഇവളെയും കൊണ്ട് പോവേഗം. സിദ്ധാർത്ഥ് ആദ്യം യമുനയോടും പിന്നെ കുറച്ച് അപ്പുറത്ത് ചുമരിൽ ചാരി നിൽക്കുന്ന സന്ധ്യയോടുമായി പറഞ്ഞു. സന്ധ്യ അത് കേട്ടതും യമുനയെയും വലിച്ചും കൊണ്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. ഈ കളിയിൽ ജയിക്കേണ്ടത് നിന്നേക്കാളേറെ എന്റെ ആവശ്യമാണ് യമുന.
അതിനുവേണ്ടി ആരുടെയൊക്കെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങണോ അതെല്ലാം ഞാൻ വാങ്ങിയിരിക്കണം. നടന്നു നീങ്ങുന്ന യമുനയെ നോക്കി ഇങ്ങനെ ആത്മകഥം ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് തന്റെ റൂമിലേക്ക് കയറിപ്പോയി. പാട്ട് കേട്ടുമെടുത്തപ്പോൾ നദി താഴേക്ക് ഇറങ്ങി വന്നു. കുഞ്ഞിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അവളെ കണ്ടതും സീത ഓടി വന്നു. വേണ്ട, എനിക്ക് ആന്റിയെ ഒന്ന് കാണണം. രേണുകാമ കിടക്കുകയാണിതേ, ആ റൂമിലേക്ക് പൊയ്ക്കോളൂ. സീത സ്റ്റെയർകേസിനോട് ചേർന്ന് കിടക്കുന്ന റൂം കാണിച്ചുകൊണ്ട് പറഞ്ഞു. നദി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ രേണുക കണ്ണുകളടച്ച് കിടക്കുകയാണ്. അവൾ ആ മുറിയിലാകെ ഒന്ന് കണ്ണടിച്ചു. ഫാമിലി കോട്ട് കട്ടിൽ കൂടാതെ ഒരു ചെറിയ മേശയും സോഫ സെറ്റും ടീപ്പോയും ചെയറുകളും ആ വലിയ മുറിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. മനോഹരമായ വാളിൽ ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന കുഞ്ഞു ബദരിയും കുഞ്ഞു ചിലങ്കയും മുതൽ അവർ വലുതായപ്പോൾ വരെയുള്ള ചിത്രങ്ങളുണ്ട്. സത്യപ്രതാപന്റെയും രേണുകയുടെയും വിവാഹ ഫോട്ടോ അടക്കം ചുവരിൽ ഇടം നേടിയിട്ടുണ്ട്. ഓരോ ഫോട്ടോയിലൂടെയും മിഴികൾ ഓടിക്കവേ ഒരു ഫോട്ടോയിൽ അവളുടെ മിഴികൾ ഉടക്കി നിന്നു. രേണുകാന്റിയുടെ കൂടെ ഇരിക്കുന്നത് അമ്മയല്ലേ? അവൾ ഫോട്ടോയിലേക്ക് അത്ഭുതം പോലെ നോക്കി നിന്നു. ഈ ഫോട്ടോയിൽ എത്ര മനോഹരിയാണ് അമ്മ! എന്ത് ഭംഗിയാണ് അമ്മയെ കാണാൻ! അസുഖം അമ്മയുടെ ശരീരഭാഗങ്ങളെയും കാർന്നു നിന്ന് വിരൂപയാക്കിയിരിക്കുന്നു. ഈ ഫോട്ടോ ഈ മുറിക്കുള്ളിൽ ഇന്നോ ഇന്നലെയോ ഇടം പിടിച്ചതല്ലെന്ന് അവൾക്ക് മനസ്സിലായി. തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെച്ചതല്ലെന്ന് വ്യക്തം. അപ്പോൾ അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ ശരികളുണ്ട്. ഈ ആന്റി അമ്മയുടെ കൂട്ടുകാരി തന്നെയായിരിക്കണം. മോളെ, പിന്നിൽ നിന്നും രേണുകയുടെ വിളി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. മോളിങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നേരമായോ? അവർ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. ആന്റിയോടൊപ്പം ഈ ഇരിക്കുന്നത് എന്റെ അമ്മയല്ലേ? അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അവരും നോക്കി. അതെ, ഞങ്ങൾ മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണ്. നിറഞ്ഞ മിഴികൾ തുടക്കാൻ മറന്നുകൊണ്ട് അവൾ പിന്നെയും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു. രേണുക എഴുന്നേറ്റ് വന്ന് അവളെ പിടിച്ചിട്ട് തന്റെ അരികിലേക്ക് ഇരുത്തി. വിഷമിക്കേണ്ടെന്നോ കരയരുതെന്നോ ഞാൻ പറയുന്നില്ല. ഉള്ളിലെ വേദനകൾ കരഞ്ഞു തന്നെ തീർക്കണം എന്ന് കരുതി എന്നും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം മനസ്സിൽ വയ്ക്കരുത്. ഇപ്പോൾ മോൾ നിൽക്കുന്നത് ഇരുട്ടും പുകയും നിറഞ്ഞു നിൽക്കുന്ന നിലവറയ്ക്കുള്ളിലാണ്. അതിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ സ്വയം കരുത്താർജിക്കണം. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ലെന്ന തോന്നൽ മനസ്സിൽ നിന്നും മായ്ച്ചു കളയണം. അമ്മയെന്നാൽ നമ്മുടെ ലോകമാണ്. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പ്രതീക്ഷയാണ്. സങ്കടം വരുമ്പോൾ ചേർന്ന് നിന്ന് കരയാൻ ഒരു നെഞ്ചിടമാണ്. ആശ്വസിപ്പിച്ചും കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന കൈത്തലങ്ങളാണ് എന്ന് കരുതി അമ്മയില്ലാതെയോ മക്കൾ വളരുന്നില്ലേ? യാമിനിയോളം വരില്ലെങ്കിലും ഞാനും മോൾക്ക് അമ്മയാണ്. ചായണമെന്ന് തോന്നുമ്പോൾ ഒരു മടിയും കൂടാതെ എൻ്റെ അടുത്തേക്ക് ഓടി വരണം. എന്ത് സങ്കടമുള്ളിൽ ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. അധികം വൈകാതെ തന്നെ കോളേജിൽ പോയി തുടങ്ങണം കേട്ടോ. പഠിച്ചൊരു ജോലി നേടണം. അതിനുവേണ്ടി മോളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല മോൾക്ക്? അവൾ ഉണ്ടെന്ന് തലയാട്ടി. ഞാൻ കുറച്ചു നേരം ആന്റിയെ കെട്ടിപ്പിടിച്ചു കിടക്കട്ടെ, എൻ്റെ മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി? നദി അങ്ങനെ ചോദിച്ചത് രേണുകയുടെ മിഴികൾ നിറഞ്ഞു. വാ! അത്രമേൽ വാത്സല്യത്തോടെ അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ആ നിമിഷം അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവരിലേക്ക് പറ്റിച്ചേർന്നു. സത്യപ്രതാപൻ ഓഫീസിൽ നിന്നും കുറച്ചു നേരത്തെ ഇറങ്ങിയിരുന്നു. സുഹൃത്തായ ദിവാകരൻ വക്കീലിനെ കാണുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. മുന്നേ കൂട്ടി വിളിച്ചു പറഞ്ഞതനുസരിച്ച് അഡ്വക്കേറ്റ് ദിവാകരൻ അയാളെ കാത്തിരിക്കുകയായിരുന്നു. വീടിനുള്ളിലെ ഓഫീസ് മുറിയിൽ ഇരുന്നും കൊണ്ടാണ് അവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. യാമിനി സൈൻ ചെയ്ത മുദ്രപേപ്പറും അവൾ എഴുതിയ കത്തിലെ വരികളും സത്യപ്രതാപൻ ദിവാകരന് കാണിച്ചു കൊടുത്തു. അയാൾ കുറച്ചു നേരം ആലോചനയോടെ ഇരുന്നു. പ്രതാപ, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഒരു വ്യക്തി മുദ്രപേപ്പറിൽ ഒപ്പിട്ട് നൽകിയെന്നതിന്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ കൈമാറാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറെ നിയമവശങ്ങളുണ്ട്. എനിക്ക് വേറെ മക്കൾ ഇല്ലെങ്കിൽ, ഇനി മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ അഡോപ്ഷൻ എടുക്കാൻ നിയമം സമ്മതിക്കുന്നുണ്ട്. അത് നിന്റെ പകുതിയിലേറെ സ്വത്ത് ആ കുട്ടിയുടെ പേരിൽ എഴുതി വെക്കുകയും വേണം. ഇവിടെ ദത്ത് തരാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രപേപ്പറിൽ സൈൻ ചെയ്തു തന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു വാലിഡിറ്റിയുമില്ല.
നിനക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ സ്വന്തം മകളെ പോലെ കരുതി സംരക്ഷിക്കാം, അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അതല്ലാതെ നിയമപ്രകാരം അവളെ മകളായി സ്വീകരിക്കാൻ സാധിക്കില്ല. ദിവാകരൻ പറഞ്ഞത് കേട്ട് സത്യപ്രതാപൻ കുറച്ചുനേരം അങ്ങനെ തന്നെ ഇരുന്നു. മനസ്സിൽ മഹിയോട് 1000 വട്ടം വെല്ലുവിളിച്ചിരുന്നു. അവൻ തള്ളിക്കളഞ്ഞ മകളെ നിയമപ്രകാരം തന്നെ മകളായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ തലയുയർത്തി നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇനി എന്തു ചെയ്യും എന്നാണ് അയാൾ ചിന്തിച്ചത്. നിയമപ്രകാരം ദത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ മകളെ താൻ ദത്തെടുത്തതായി അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.